ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കടല മുളപ്പിച്ച് തോരൻ വെച്ചാലോ? ഇത് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ വിളർച്ചയൊക്കെ ഉള്ളവരില്ലേ, അവർക്കാണെങ്കിൽ ഇതിങ്ങനെ മുളപ്പിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ മുളപ്പിച്ചത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. വേവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വെറുതെ ഉപ്പിട്ട് വേണമെങ്കിലും വേവിച്ച് കഴിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാം. എല്ലാം നല്ലതാണ്. അപ്പോഴും മുളപ്പിച്ചെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളവും ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് വെള്ളം മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് 5 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ കടലയുടെ വേവിൻ്റെ അനുസരിച്ചുള്ള വിസിൽ കേൾപ്പിക്കണം. ഞാനിപ്പോൾ 5 വിസിലാണ് കേൾപ്പിക്കുന്നത്. കടലയ്ക്ക് വിസിൽ വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി പൊടികളായിട്ട് വേണ്ടുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. തോരനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അല്പം കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, ഒരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പതിലിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടലയും അതിലുള്ളിലുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലയ്ക്കും ആ വെള്ളത്തിനും ആവശ്യത്തിനുള്ള ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് പിന്നെ ഇടാഞ്ഞത്. ഇനി നമ്മുടെ കടലയും അരപ്പും എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ആ കടലയുടെ വെള്ളം അതിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളപ്പിച്ചെടുത്ത കടലത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്.